ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ചെറിയൊരു കോൺവെർസേഷനായിട്ട് ഒരു ടീച്ചറും ഒരു കുട്ടിയും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങൾ ക്ലാസ് റൂമിൽ അത്യാവശ്യം സംസാരിക്കേണ്ടി വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ കാണാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ എന്താണ്, ഒരു ടീച്ചറും കുട്ടികളും തമ്മിൽ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ എന്താ പറയുക, ഒന്നെങ്കിൽ ഗുഡ് മോർണിംഗ് പറയില്ല, ഇനി ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്നോ വൈകുന്നേരത്താണെങ്കിൽ ഗുഡ് ഈവനിങ് എന്നോ ഒക്കെയാണ് പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ പറയുക, ഗുഡ് മോർണിംഗ്, രാവിലെ ആണെങ്കിൽ നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് പറയും. പിന്നെ നമ്മൾ എന്താ ചോദിക്കുക, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നല്ലേ ചോദിക്കുക. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നിങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാം. സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ ചോദിക്കാം. സാധാരണ നമ്മൾ ചോദിക്കുന്ന രീതി എന്താണ്, ഹൗ ആർ യു എന്ന് ചോദിക്കൂലേ. ഹൗ ആർ യു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. അല്ലെങ്കിലോ ഹൗ ആർ യു ഗെറ്റിംഗ് ഓൺ എന്നും ചോദിക്കാം അല്ലേ. ഹൗ ആർ യു ഗെറ്റിംഗ് ഓൺ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഓൾ ഓഫ് യു ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്നൊക്കെ നമുക്ക് അങ്ങനെ ചോദിക്കാം. ഓൾ ഓഫ് യു ഓക്കെ എന്നും ചോദിക്കാം അല്ലേ. ഓക്കെ, വേറൊരു രീതിയിലും കൂടെ ചോദിക്കാം. നമുക്ക് എങ്ങനെ ചോദിക്കാം, ആർ യു ഫീലിംഗ് ബെറ്റർ ടുഡേ, ആർ യു ഫീലിംഗ് ബെറ്റർ ടുഡേ എങ്ങനെ ചോദിക്കാം, ആർ യു ഫീലിംഗ് ബെറ്റർ ടുഡേ. ഓക്കെ, ഇനി നമ്മൾ പ്രസൻറ്റിൻ്റെ കാര്യങ്ങൾ ചോദിക്കില്ലേ, ആരാണെന്ന് ലീവ് ഉള്ളത്, ഇന്നാരാ വരാത്തതെന്നൊക്കെ ചോദിക്കില്ലേ, എങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. ഹു ഈസ് ആബ്സെൻറ്റ് ടുഡേ, ഇന്ന് ആരൊക്കെയാണ് ആബ്സെൻ്റ് ആയിട്ടുള്ളത്, ഹു ഈസ് ആബ്സെൻറ്റ് ടുഡേ എന്ന് ചോദിക്കാം അല്ലേ. ഓക്കെ, വേറൊരു രീതിയിൽ എങ്ങനെ നമുക്ക് ചോദിക്കാം, ഹു ഈസ് ഇൻ ഹിയർ ടുഡേ, ഹു ഈസ് ഇൻ ഹിയർ ടുഡേ, ഇന്നിവിടെ ആരാ ഇല്ലാത്തത്, ഹു ഈസ് ഇൻ ഹിയർ ടുഡേ. ഓക്കെ, എനിവൺ ആബ്സെൻറ്റ് ടുഡേ, ആരെങ്കിലും ഇന്ന് ആബ്സെൻ്റ് ഉണ്ടോ, എനിവൺ ആബ്സെൻറ്റ് ടുഡേ എന്ന് നമുക്ക് ചോദിക്കാം. പിന്നെ ഇന്നലെ ആബ്സെൻ്റ് ആയിട്ട് ഇന്ന് വന്നൊരു കുട്ടി ഉണ്ടാവില്ലേ, ഇന്നലെ വരാതെ ഇന്ന് വന്ന കുട്ടികളോട് എങ്ങനെ നമുക്ക് ചോദിക്കാം, വൈ വേർ യു ആബ്സെൻറ്റ് ലാസ്റ്റ് ഡേ, കഴിഞ്ഞ ദിവസം എന്തായിരുന്നു നീ ആബ്സെൻ്റ് ആയത്, വൈ വേർ യു ആബ്സെൻറ്റ് ലാസ്റ്റ് ഡേ, വൈ വേർ യു ആബ്സെൻറ്റ് ലാസ്റ്റ് ഡേ എന്ന് നമുക്ക് ചോദിക്കാം. നെക്സ്റ്റ് എന്താണ്, ലേറ്റ് ആയിട്ട് വരുന്ന കുട്ടികളുണ്ടാവും അല്ലേ, ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വരുന്ന കുട്ടികളോട് നമ്മൾ ചോദിക്കും, എന്താ ലേറ്റ് ആയത്, നീ എവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കില്ലേ. ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം, വേർ ഹാവ് യു ബീൻ, വേർ ഹാവ് യു ബീൻ, നീ എവിടെയായിരുന്നു, വേർ ഹാവ് യു ബീൻ. ഓക്കെ, വൈ ആർ യു ലേറ്റ് ടുഡേ, വൈ ആർ യു ലേറ്റ് ടുഡേ, എന്താ ഇന്ന് വൈകിയത്, വൈ ആർ യു ലേറ്റ് ടുഡേ. കൂടെ നമ്മൾ പറയുന്നത് സമയത്ത് എത്തണം എന്ന് പറയില്ല, ഇതെങ്ങനെ പറയാം, പ്ലീസ് ബി ഓൺ ടൈം, പ്ലീസ് ബി ഓൺ ടൈം, സമയത്ത് ഇവിടെ ഹാജരാകണം, സമയത്ത് ഇവിടെ എത്തണം എന്നെങ്ങനെ പറയാം, പ്ലീസ് ബി ഓൺ ടൈം എന്ന് പറയാം അല്ലേ. ഓക്കെ, ഇന്ന് എന്താ നിനക്ക് ബസ് മിസ്സായോ, നമ്മളൊരു കാരണം, വൈകി വരുന്ന കുട്ടീനോട് കാരണം ചോദിക്കണം, നിനക്ക് എന്താ ബസ് മിസ്സായോ, ഇതെങ്ങനെ ചോദിക്കാം, ഡിഡ് യു മിസ് യുവർ ബസ് എന്ന് ചോദിക്കാം, ഡിഡ് യു മിസ് ബസ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇന്നെന്താ നീ കൂടുതൽ ഉറങ്ങിപ്പോയോ, ഡിഡ് യു ഓവർ സ്ലീപ്പ് എന്ന് ചോദിക്കാം, ഡിഡ് യു ഓവർ സ്ലീപ്പ് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ടീച്ചർ എന്താണ് ഒരു കുട്ടീനെ വിളിച്ചിട്ട് ഇതാ ഇവിടെ വാന്ന് പറയണം. ഞാനൊരു എക്സാമ്പിളായിട്ട് ഒരു പേര് പറയുന്ന അരുൺ എന്നിട്ട് പേര് എടുക്കാം കേട്ടോ. സോ അരുൺ ഇവിടെ വാ, എങ്ങനെ പറയാം, അരുൺ പ്ലീസ് കം ഹിയർ, അരുൺ പ്ലീസ് കം ഹിയർ, അരുൺ കം ഹിയർ എന്നൊക്കെ പറയാം അല്ലേ. അങ്ങനെ അരുൺ വന്നു, അരുണിനോട് നമ്മൾ പറയാണ്, നീ സ്റ്റോറി ഒന്ന് വായിക്ക്. ഇതെങ്ങനെ പറയാം, റീഡ് ദിസ് സ്റ്റോറി, അരുൺ റീഡ് ദിസ് സ്റ്റോറി, അരുൺ ഈ സ്റ്റോറി ഒന്ന് വായിക്ക്. ഇനി ഉറക്കെ വായിക്കുന്ന എങ്ങനെ പറയാം, റീഡ് അലൗഡ്, ഉറക്കെ വായിക്ക്, റീഡ് അലൗഡ് എന്ന് പറയാം അല്ലേ. ഇനി സൈലൻ്റ് ആയിട്ട് വായിക്ക്, നിശബ്ദമായിട്ട് വായിക്കുന്ന എങ്ങനെ പറയാം, റീഡ് സൈലൻ്റ്ലി, റീഡ് സൈലൻ്റ്ലി. ഓക്കെ, ഇനി എല്ലാവരും കൂടെ ഒരുമിച്ച് ഒന്ന് വായിക്കുന്ന എങ്ങനെ പറയാം, റീഡ് കൊളാബറേറ്റ്ലി, റീഡ് കൊളാബറേറ്റ്ലി എന്ന് പറയാം. ഓക്കെ ഓക്കെ, അപ്പം നമ്മളിനി അരുണിനോട്, അരുൺ വായിച്ചൊക്കെ കഴിഞ്ഞു, അപ്പം അരുണിനോട് നമ്മൾ പറയാണ്, നീ നിന്റെ സീറ്റിൽ പോയിരിക്ക്, എങ്ങനെ പറയാം, അരുൺ ഗോ ടു യുവർ പ്ലേസ്, അരുൺ ഗോ ടു യുവർ സീറ്റ്, അല്ലെങ്കിൽ അരുൺ ഗോ ടു യുവർ പ്ലേസ് എന്ന് പറയാം അല്ലേ. ടീച്ചർ കുട്ടികളോട് എന്താ പറയാം, നിങ്ങൾ സംസാരം നിർത്തി ശാന്തമായിട്ടിരിക്കുമെന്ന് പറയില്ലേ, സംസാരമൊക്കെ നിർത്ത്, എങ്ങനെ പറയാം, സ്റ്റോപ്പ് ടോക്കിംഗ്, സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് ബി ക്വയറ്റ്, സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് ബി ക്വയറ്റ്, സംസാരം നിർത്തിയിട്ട് ശാന്തമായിട്ടിരിക്കുക, സൈലൻ്റ് ആയിട്ടിരിക്കുക, സ്റ്റോപ്പ് ടോക്കിംഗ് ആൻഡ് ബി ക്വയറ്റ്. ബുക്സ്, എല്ലാവരും ബുക്സ് തുറന്നേ, എല്ലാവരും ബുക്കൊക്കെ തുറന്നേന്ന് എങ്ങനെ പറയാം, ഓൾ ഓഫ് യു ഓപ്പൺ യുവർ ബുക്സ്, ഓൾ ഓഫ് യു ഓപ്പൺ യുവർ ബുക്സ്. അതുപോലെ തന്നെ ബുക്ക് അടച്ചു വെക്കുമെന്ന് എങ്ങനെ പറയാം, ഓൾ ഓഫ് യു ക്ലോസ് യുവർ ബുക്ക്, ഓൾ ഓഫ് യു ക്ലോസ് യുവർ ബുക്ക് എന്ന് പറയാം അല്ലേ. ഇനി നിങ്ങളുടെ ബുക്കൊക്കെ മാറ്റി വെക്ക്, എന്താണ്, ടെക്സ്റ്റ് ബുക്ക് നമ്മൾ തുറന്നു വെച്ചാൽ പിന്നെ അത് മാറ്റി വെക്കാൻ പറയില്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് മാറ്റി വെച്ചേന്ന് എങ്ങനെ പറയാം, പുട്ട് യുവർ ബുക്സ് എവേ, പുട്ട് യുവർ ബുക്സ് എവേ. ടെക്സ്റ്റ് ബുക്കും എല്ലാ ബുക്സും എന്താണ്, പുട്ട് യുവർ ബുക്സ് എവേ, നിങ്ങളുടെ ബുക്സൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്ക്, പുട്ട് യുവർ ബുക്സ് അവേ. ഓക്കെ, അപ്പോൾ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്നിട്ട് അതിന് ആൻസർ, ആർക്കാണ് ആൻസർ പറയാൻ പറ്റുകയെന്ന് ചോദിക്കില്ലേ, ആർക്കാണ് പറയാൻ പറ്റുകയെന്ന് ചോദിക്കാറില്ലേ, ആർക്കാണ് അതിൻ്റെ ആൻസർ പറയാൻ പറ്റുകയെന്ന് നമ്മൾ കൂട്ടത്തിൽ ചോദിക്കാറുണ്ട് ടീച്ചർ അല്ലേ. അപ്പോൾ അതെങ്ങനെ പറയാം, ആർക്കാണ് പറയാൻ പറ്റുക,
ഹു ക്യാൻ ടെൽ ദ ആൻസർ? ഹു ക്യാൻ ടെൽ ആർക്കാണ് പറയാൻ പറ്റുക? ഹു ക്യാൻ ടെൽ ദ ആൻസർ ആർക്കാണ് ആൻസർ പറയാൻ പറ്റുക? ഹു ക്യാൻ ടെൽ ദി ആൻസർ? ഹു ക്യാൻ സേ ലൗഡ്ലി ആർക്കാണ് ഉറക്കെ പറയാൻ പറ്റുക? ഹു ക്യാൻ സേ ലൗഡ്ലി എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടീച്ചർ പറയാറുണ്ട് നിങ്ങളുടെ ബുക്കിലെ 15ാമത്തെ പേജ് ഒന്ന് തുറന്ന് വെച്ചേ എന്ന് പറയാറില്ലേ? ടെക്സ്റ്റ് ബുക്കിലെ 15ാമത്തെ പേജ് ഒന്ന് തുറന്ന് വെച്ചേ. ഇതെങ്ങനെ പറയാം നമുക്ക്? പ്ലീസ് ഓപ്പൺ യുവർ ബുക്ക് പേജ് നമ്പർ 15. പ്ലീസ് ഓപ്പൺ യുവർ ബുക്ക് പേജ് നമ്പർ 15. എങ്ങനെ പറയാം? പ്ലീസ് ഓപ്പൺ യുവർ ബുക്ക് പേജ് നമ്പർ 15 എന്ന് പറയാം അല്ലേ? ബുക്സ് എടുത്തേന്ന് എങ്ങനെ പറയാം? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേന്ന് എങ്ങനെ പറയാം? പ്ലീസ് ടേക്ക് യുവർ ബുക്ക്. പ്ലീസ് ടേക്ക് യുവർ ബുക്ക്. ഓക്കെ, നമുക്ക് നമ്മുടെ പുതിയ ചാപ്റ്റർ തുടങ്ങാം. ഇതെങ്ങനെ പറയാം? ലെറ്റ്സ് ബിഗിൻ അവർ ന്യൂ ചാപ്റ്റർ. ലെറ്റ്സ് ബിഗിൻ അവർ ന്യൂ ചാപ്റ്റർ. അല്ലെങ്കിൽ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ന്യൂ ചാപ്റ്റർ. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ന്യൂ ചാപ്റ്റർ. നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ന്യൂ ചാപ്റ്റർ എന്ന് പറയാം അല്ലേ? ഇനി എല്ലാവരും റെഡി അല്ലേ? പുതിയ ചാപ്റ്റർ തുടങ്ങാനായിട്ട് എല്ലാവരും റെഡി അല്ലേ? ഓൾ ഓഫ് യു റെഡി? ഓൾ ഓഫ് യു റെഡി? ഓൾ ഓഫ് യു ഓക്കെ എന്നൊക്കെ പറയാം നമുക്ക്. ഓൾ ഓഫ് യു റെഡി? ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടെ ഹോംവർക്ക് ചെയ്തോ എന്ന് നമുക്ക് എങ്ങനെ ടീച്ചർക്ക് കുട്ടികളോട് ചോദിക്കാം? ടീച്ചർമാർ മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം അല്ലേ? നിങ്ങൾ ഹോംവർക്കൊക്കെ ചെയ്തോ എന്ന് ചോദിക്കും. ഇതെങ്ങനെ ചോദിക്കാം? ഡിഡ് യു ഡു യുവർ ഹോംവർക്ക്? ഡിഡ് യു ഡു യുവർ ഹോംവർക്ക് എന്ന് ചോദിക്കാം. ഇനി നീ ഹോംവർക്ക് ചെയ്തില്ലേ? ഇതെങ്ങനെ ചോദിക്കാം? ഡിഡ്ന്റ് യു ഡു യുവർ ഹോംവർക്ക്? ഡിഡ്ന്റ് ഡു യുവർ ഹോംവർക്ക്? നീ ഹോംവർക്ക് ചെയ്തില്ലേ? ഡിഡ്ന്റ് ഡു യുവർ ഹോംവർക്ക് എന്ന് ചോദിക്കാം. പിന്നെ ഉറക്കെ സൗണ്ട് ഉണ്ടാക്കല്ലേ? ഉറക്കെ സൗണ്ട് ഉണ്ടാക്കല്ലേ? ഇതെങ്ങനെ നമുക്ക് പറയാം? ഡോണ്ട് ബി ടു ലൗഡ്. ഡോണ്ട് ബി ടു ലൗഡ്. എന്താണ്? നാളത്തേക്കുള്ള ഹോംവർക്ക് എല്ലാവരും ഒന്ന് കുറിച്ച് വെച്ചോളൂ കേട്ടോ എന്ന് പറയാറുണ്ട് അല്ലേ? നാളത്തേക്ക് ചെയ്യേണ്ട ഹോംവർക്ക് എല്ലാവരും ഒന്ന് കുറിച്ച് വെച്ചോളൂ. ഇതെങ്ങനെ പറയാം? പ്ലീസ് നോട്ട് ഡൗൺ ടുമോറോസ് ഹോംവർക്ക്. പ്ലീസ് നോട്ട് ഡൗൺ ടുമോറോസ് ഹോംവർക്ക് എന്ന് പറയാം. ഓക്കെ, പ്ലീസ് നോട്ട് ഡൗൺ ടുമോറോസ് ഹോംവർക്ക്. ഇനി ഈ പോയം നാളത്തേക്ക് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വരണം കേട്ടോ. ഈ പോയം നിങ്ങൾ നാളത്തേക്ക് കാണാതെ പഠിച്ചിട്ട് വരണം എന്ന് പറയാറുണ്ട്. ഇതെങ്ങനെ പറയാം? പ്ലീസ് ലേൺ ദിസ് പോയം ബൈ ഹാർട്ട് ടു നെക്സ്റ്റ് ഡേ. പ്ലീസ് ലേൺ ദിസ് പോയം ബൈ ഹാർട്ട് ടു നെക്സ്റ്റ് ഡേ. ബൈ ഹാർട്ട് എന്നാ പറയാം കേട്ടോ. പ്ലീസ് ലേൺ ദിസ് പോയം ബൈ ഹാർട്ട് ടു നെക്സ്റ്റ് ഡേ. ഈ പോയം അടുത്ത ദിവസത്തേക്ക് നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് വരണം കേട്ടോ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കൂ. ഇതെങ്ങനെ പറയാം? പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക്. പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക്. ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കൂ. പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക്. നിനക്ക് നോട്ട്ബുക്ക് ഇല്ലേ? ഇതെങ്ങനെ ചോദിക്കാം? ഡോണ്ട് യു ഹാവ് നോട്ട്ബുക്ക്? ഡോണ്ട് യു ഹാവ് നോട്ട്ബുക്ക്? നിനക്ക് നോട്ട്ബുക്ക് ഇല്ലേ? നിനക്ക് പേന ഇല്ലേ? ഡോണ്ട് യു ഹാവ് പെൻ? ഡോണ്ട് യു ഹാവ് പെൻ എന്ന് പറയാം അല്ലേ? ഇനി ആരെങ്കിലും ഇവനൊരു പേന കൊടുത്തേ. ഇതെങ്ങനെ പറയാം? എനിവൺ ഗിവ് ഹിം എ പെൻ. പ്ലീസ് എനിവൺ ഗിവ് ഹിം എ പെൻ. ഇവനാരെങ്കിലും ഒരു പേന കൊടുക്കും. പ്ലീസ് എനിവൺ ഗിവ് ഹിം എ പെൻ. ഓക്കെ, ഇനി ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ ക്ലാസ് ഒക്കെ കഴിയാറായ സമയത്ത് നമ്മൾ ടീച്ചേഴ്സ് പറയാറുണ്ട് കുട്ടികളോട് ഇനി എല്ലാവരുടെ ഐറ്റംസ്, എല്ലാവരുടെയും ബുക്കും പെന്നും പെൻസിലും ഒക്കെ പാക്ക് ചെയ്ത് വെച്ചെന്ന് പറയാറുണ്ട് അല്ലേ? ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? പ്ലീസ് പാക്ക് യുവർ ഐറ്റംസ് പ്രോപ്പർലി. പ്ലീസ് പാക്ക് യുവർ ഐറ്റംസ് പ്രോപ്പർലി. പ്ലീസ് പാക്ക് യുവർ ഐറ്റംസ് പ്രോപ്പർലി. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ക്ലാസ് റൂമിൽ അത്യാവശ്യം വേണ്ട കുറേ സെൻറ്റൻസുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പ്രാക്ടീസ് ചെയ്തു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു പ്രാവശ്യം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ക്ലിക്കായിട്ടുണ്ടാവും. ഇനിയും ഉണ്ട് കേട്ടോ, ഇനിയും കുറേ സെൻറ്റൻസുകൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി അടുത്തൊരു പാർട്ടായിട്ട് നമുക്ക് വേറെ ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക്